എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ ആൾക്കാര് അവരാണെങ്കില് ഇപ്പൊ ആ വില്ലന്മാരുടെ മുൻപില് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കില് ആ വില്ലനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവൻ തന്നെയാണ് മീറ്റ്സുകയെ കൊണ്ടുപോയതെന്ന്. നമ്മുടെ ആൾക്കാർ ചുറ്റും നോക്കും. ലീഫ് വില്ലേജിലുള്ള ഇന്റൽ ടീംസ് അവരൊരുപാട് പേര് അടിയൊക്കെ കെട്ടി അവിടെ വീണ് കിടക്കുകയാണ്. ആരുടെ ആർക്കെങ്കിലും ബോധമുണ്ടോ ചെക്ക് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും ആ വില്ലൻ അവനാണെങ്കിൽ ഒരു മോൺസ്റ്ററുമായിട്ട് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ അടുത്തേക്ക് വരും. അടുത്ത സെക്കൻഡ് രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ ഫൈറ്റ്. ആ വില്ലനാണെങ്കിൽ ഷിക്കഡയുടെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി അത് രണ്ടായിട്ട് തകർത്ത് കളയാണ്. ബൊറൂട്ടോയും ഷിക്കഡയും ഒരു കൗണ്ടർ അറ്റാക്ക് ഒക്കെ ചെയ്യുമെങ്കിലും ആ വില്ലൻ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് രക്ഷപ്പെട്ട് ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അതേസമയം സാറഡ അവൾ ഒറ്റയ്ക്ക് ആ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഉടനെ ആ വില്ലൻ പറയും, എന്നെ കൊണ്ട് ഇപ്പൊ ജിപ്സി യൂസ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ എന്റെ പവറിന് മുൻപിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വീണ്ടും അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അട്ടിയിടി ബഹളം ആണെങ്കിൽ ഓരോ ഭാഗത്തൊക്കെ പോയിരുന്ന് ഒളിഞ്ഞൊക്കെ ഇരുന്ന് അറ്റാക്ക് ചെയ്യും. പക്ഷെ വില്ലൻ അവൻ കറക്റ്റ് ആയിട്ട് എയിം വെച്ച് ഇപ്പൊ ബൊറൂട്ടോ അറ്റാക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഷിക്കഡ അവൻ ഷാഡോ പാലസിൻ ജിപ്സും ഒക്കെ അവളുടെ നേർക്കയച്ച് ആളെ അങ്ങനെ സീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവന്റെ സീലിംഗ് ജിപ്സു അത് നിമിഷ നേരങ്ങൾ കൊണ്ട് വില്ലൻ ബ്രേക്ക് ചെയ്ത് കളഞ്ഞ് അവർ രണ്ടുപേരെയും പിടിച്ചു വലിച്ച് ആഞ്ഞ് നിലത്തടിക്കും. ബൊറൂട്ടോ ഫുൾ കലിപ്പില് ഇപ്പൊ അവനോട് പറയും, എന്തൊക്കെ സംഭവിച്ചാലും മീറ്റ്സുകയെ കാണാതെ ഞങ്ങൾ മടങ്ങി പോവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചാടി വന്ന് അവനെ ചവിട്ടി തെറിപ്പിക്കും. സാറയുടെ ആണെങ്കിൽ ആ മോൺസ്റ്ററിനെ കറക്കി വില്ലന്റെ നേർക്കറിയും. അവർ രണ്ടുപേരും തെറിച്ചു വന്ന് കൂട്ടിയിടിച്ച് താഴേക്ക് വീഴും. ഷിക്കഡ ആണെങ്കിൽ ആ മോൺസ്റ്ററിനെ പാരലൈസിംഗ് ടിപ്സ് ഉപയോഗിച്ച് ഫ്രീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് ബൊറൂട്ടോ അവനവന്റെ ശരീരം പവർ എടുത്ത് അങ്ങനെ ചാടി വന്ന് ഒരൊറ്റ അടി. ആ ഒരു അടിയില് ഇപ്പൊ മോൺസ്റ്റർ തകർന്നു പോവും. വില്ലനാണെങ്കിൽ അത് കണ്ട് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ വില്ലൻ അവനവന്റെ ജിപ്സു പവർ അത് പതിയെ റിലീസ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ എയിം ചെയ്യും. സാറുടെ ആണെങ്കിൽ അവളുടെ ശരീരം കണ്ണ് അതുപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അവൻ അവന്റെ പവർ ഉപയോഗിച്ച് സാറുടെ അറഞ്ചം അടിച്ച് തല്ലി താഴേക്കിടും. കറക്റ്റ് സമയത്ത് ഒരു വലിയ ഹ്യൂമൻ ബോംബ് അതങ്ങനെ വന്ന് ആ വില്ലന്റെ തലയിലേക്ക് വീഴാണ്. നമ്മുടെ ആൾക്കാർ ഷോക്കായിട്ട് ചുറ്റും നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ചോച്ചോ. അവളുടെ തൊട്ടു പിന്നാലെ ഇനോജിൻ അവനും ഇപ്പൊ അവിടേക്ക് വരും. അവനും ഇപ്പൊ അങ്ങോട്ടേക്ക് വരും. ഷിക്കടയാണെങ്കിൽ ഷോക്കായിട്ട് ചോദിക്കും, നിങ്ങളോട് രണ്ടുപേരോടും തിരികെ ഗ്രാമത്തിലേക്ക് പോകാനല്ലേ ഞാൻ പറഞ്ഞേ? അതിന് ചോച്ചോ പറയും, നിങ്ങളെ തന്നെ വിട്ടിട്ട് പോവാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഈ വില്ലന്റെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് മീറ്റ്സുകയെ കണ്ടുപിടിക്കാൻ പറയും. അത് കേൾക്കേണ്ട താമസം ബൊറൂട്ടോയും ടീമും അവരിപ്പോ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. പട്ട് ഇതാ ഇവിടെ മീറ്റ്സുകയും സക്കായ വില്ലനും അവർ രണ്ടുപേരും ഇപ്പൊ അങ്ങനെ നടന്നു പോവാണ്. ഉടനെ ഒരു മോൺസ്റ്റർ വന്ന് സക്കായോട് പറയും, 2-3 കുട്ടികൾ വന്ന് നമ്മുടെ ടീംമേറ്റിനെ തല്ലി തോൽപ്പിച്ചു, എത്രയും പെട്ടെന്ന് അവിടേക്ക് വരണം. മീറ്റ്സുകയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് നമ്മുടെ ആൾക്കാരാണെന്ന്. അവരാണെങ്കിൽ മീറ്റ്സുകയെ വരാൻ സമ്മതിക്കാതെ അവിടെ തന്നെ നിർത്തി ഇപ്പോ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഒരു നിമിഷം ആ സക്കായ വില്ലൻ അതിപ്പോ ബൊറൂട്ടോയുടെയും സാറുടെയും മുൻപിലേക്ക് വരും. ബൊറൂട്ടോയ്ക്ക് അവനെ കാണുമ്പോൾ തന്നെ പിടികിട്ടും അവനും മീറ്റ്സുകയെ കൊണ്ടുപോയ ആ വില്ലൻ ഗ്യാങ്ങിൽ പെട്ടവനാണെന്ന്. ബൊറൂട്ടോ ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയും, ഞങ്ങളുടെ മീറ്റ്സുക അവൻ എവിടെ? അതിനവൻ പറയും, നിങ്ങളുടെ മീറ്റ്സുകയെ ഞങ്ങൾ തട്ടിക്കൊണ്ട് വന്നതല്ല, അവനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഞങ്ങളോടൊപ്പം വന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവനെ കൊണ്ടുപോയത്. അടുത്ത സെക്കൻഡ് സെക്കയ അവനാണെങ്കിൽ ഒരു ക്ലേ ഉപയോഗിച്ച് സാറുടെയും ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ അപ്പോഴേക്ക് നമ്മുടെ ബൊറൂട്ടോ അവൻ സമറൻ ജിപ്സ് ഉപയോഗിച്ച് അവന്റെ സമറിൻ ആനിമലെ അവിടേക്ക് കൊണ്ടുവരും. ആ റെഡ് സ്നേക്ക് ആണ്, പക്ഷെ അതാണെങ്കിൽ ആ വില്ലനെ അറ്റാക്ക് ചെയ്യില്ല. ഉടനെ വേറെ വഴിയില്ലാതെ ഇപ്പൊ ബൊറൂട്ടോ തന്നെ വീണ്ടും കളത്തിലിറങ്ങി അവനുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ഇനോജിനും ചോച്ചോയും അവർ ഒരുപാട് നേരം ആ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്ത് തളർന്ന് ഒരു വിധത്തിൽ ആ പക്ഷിയുടെ മേലെ കയറി രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണ്. ആ റെഡ് സ്നേക്ക് ആണെങ്കിൽ ഇവിടെ ബൊറൂട്ടോ അവൻ അടി മേടിക്കുന്നത് കണ്ട് ബൊറൂട്ടോട് പറയും, ഒരേ ഒരു തവണ എന്നെ നോക്കി തല കുനിക്കുകയാണെങ്കിൽ ഞാനിപ്പോ നിന്നെ സഹായിക്കാം. ഇത് കേട്ട് ബൊറൂട്ടോ ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് നിന്റെ സഹായം അത് ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും ആ വില്ലൻ അവൻ ക്ലേ ഉപയോഗിച്ച് ഇപ്പൊ വീണ്ടും ബൊറൂട്ടോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട റെഡ് സ്നേക്ക് അതിന്റെ വാല് വെച്ച് ക്ലേ മുഴുവൻ ദൂരേക്ക് തട്ടിത്തെറിപ്പിക്കുകയാണ്. അപ്പോഴായിരിക്കും മീറ്റ്സുക അവനിപ്പോ അവിടേക്ക് വരിക. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ മീറ്റ്സുകയെ കണ്ട് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. നോടിപ്പോയി മീറ്റ്സുകയോട് ചോദിക്കും, മീറ്റ്സുക, നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു, നിനക്ക് എന്താ പറ്റിയേ, എന്താ ഉണ്ടായേ? പക്ഷെ മീറ്റ്സുകയാണെങ്കിൽ ബൊറൂട്ടോയെ മൈൻഡ് ചെയ്യാതെ സക്കായയുടെ അടുത്തേക്ക് പോവും. എന്നിട്ട് അവനെ പതിയെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ്. മീറ്റ്സുക പറയും, ദയവ് ചെയ്ത് ബൊറൂട്ടോ എന്റെ പിന്നാലെ വരരുത്, എനിക്ക് ഇവരോടൊപ്പം പോയേ പറ്റൂന്ന് പറയും. അപ്പൊ കറക്റ്റ് ടൈമില് ആ കോക്കുയ വില്ലൻ അവനും അവിടേക്ക് വരികയാണ്. അടുത്ത സെക്കൻഡ് മീറ്റ്സുക
അവൻ വലിയൊരു പവർ വെച്ച് നറൂട്ടോയെ അടിച്ചു തെറിപ്പിക്കും. അതിനുശേഷം ആ വില്ലന്മാരുടെ കൂടെ മേത്സുക അവനങ്ങനെ നടന്നു പോകും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ പതിയെ പതിയെ അവന്റെ ബോധം നഷ്ടപ്പെട്ട് അങ്ങനെ താഴേക്ക് വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ എങ്ങനെയാണ് മേത്സുക അവൻ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയത് എന്നായിരിക്കും കാണിക്കുക. മേത്സുകയാണെങ്കിൽ ലീഫ് വില്ലേജിന്റെ മതില് അത് തുള്ളിച്ചാടി പുറത്തേക്ക് വരും. അപ്പ വില്ലന്മാര് അവര് ക്രിയേറ്റ് ചെയ്ത മോൺസ്റ്റർ ഒക്കെ ആയിട്ട് മേത്സുകയുടെ തൊട്ട് മുൻപിൽ വന്ന് നിൽക്കും. മേത്സുക ചോദിക്കും, നിങ്ങൾ അയച്ച ലെറ്ററൊക്കെ എനിക്ക് കിട്ടി, എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതവിടെ വന്നാൽ കിട്ടുമോ? അതിനാ ഗോക്കുയ അവൻ അടിച്ചു പറയും, തീർച്ചയായിട്ടും നിന്റെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും അവിടെ വെച്ച് നിനക്ക് കിട്ടും. ഇവരുടെ ഡിസ്കഷനും ശബ്ദമൊക്കെ കേട്ട് ഇപ്പൊ ലീഫ് വില്ലേജിൽ സെക്യൂരിറ്റീസ് അവരാണെങ്കിൽ ആ ഭാഗത്തേക്ക് വരികയാണ്. വില്ലന്മാരാണെങ്കിൽ അവരെ കൊല്ലാൻ ശ്രമിക്കും. അത് മനസ്സിലാക്കിയ മേത്സുക അവനാണെങ്കിൽ അവന്റെ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അവരെ രണ്ടുപേരെയും അങ്ങനെ തകർത്ത് താഴെയിടും. അതിനുശേഷം ആ വൈറ്റ് സ്നേക്കിനെ ഉപയോഗിച്ച് അവർ മരിച്ചതായി ആ വില്ലന്മാരെ ബോധ്യപ്പെടുത്തി അതിനെ ലീഫ് വില്ലേജിന്റെ ഭാഗത്തേക്ക് അയക്കും. പിന്നീട് ആ വില്ലന്മാരും മേത്സുകയും അവർ 3 പേർ ഉഷാറായിട്ട് ലാൻഡ് ഓഫ് എർത്ത് നോക്കി ഓടുകയാണ്. അങ്ങനെ അവർ ഓടി ഓടി ഇപ്പോൾ ഒരു പ്രത്യേക ഭാഗത്തേക്ക് വരും. അതിനുശേഷം ഒരു വില്ലനാണെങ്കിൽ ഇപ്പോ മീറ്റ്സിയോട് മനുഷ്യന്മാരെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങും. മറ്റൊരുത്തൻ എന്തോ ഒരു സ്ക്രോൾ ഓപ്പൺ ചെയ്ത് അതിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വായിച്ച് അങ്ങനെ നിൽക്കും. ഉടനെ സെക്കോയ്ക്കാണെങ്കിൽ ഒരുപാട് വേദനയൊക്കെ വന്ന് അവൻ താഴേക്ക് വീഴുകയാണ്. കോക്കുയെ അവനെ ചെക്ക് ചെയ്യും. അവന്റെ കൈ മുഴുവൻ എങ്ങനെയോ ക്രാക്ക് ആയിരിക്കുകയാണ്. കോക്കുയെ മീറ്റ്സിയോട് പറയും, ഞാൻ എത്രയും പെട്ടെന്ന് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം, അതുവരെ മീറ്റ്സുക നീ വേണം ഇവന് കാവലിരിക്കാൻ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഫിജുകാഗെ കാണിക്കും. ആളാണെങ്കിൽ ശൈലിയില് ഒട്ടും വയ്യാതെ കിടക്കുകയാണ്. ഫിജുകാഗെ ആണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, എന്റെ ഗ്രാൻഡ് പിക്ക് എങ്ങനെയുണ്ട്? വയസ്സായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോ തീരെ വയ്യല്ലേ? അക്കട്സുജി ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, വയസ്സായതുകൊണ്ടൊന്നുമല്ല, ആളിപ്പോ ടയേർഡാണ്, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. അതിന് ഫിജുകാഗെ ഞാൻ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഫിജുകാഗയും ആളുടെ അസിസ്റ്റന്റും ടീംമേറ്റ്സും എല്ലാവരും അവിടുന്ന് നടന്നു പോവാണ്. അപ്പോഴായിരിക്കും അവരെ ഞെട്ടിച്ചുകൊണ്ട് കൂതാന്നു പേരുള്ള ഒരുത്തൻ അവൻ അവിടേക്ക് വന്ന് ഫിജുകാഗയുടെ അസിസ്റ്റന്റിനെ ഒരു കത്തി വെച്ച് കുത്തി അങ്ങനെ താഴെയിടും. അതിനുശേഷം ഫിജുകാഗയോട് പറയും, നീ ഗ്രാമത്തിന്റെ ഹൊക്കാഗെ സ്ഥാനത്ത് നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങുന്നതാണ് നല്ലത്. ഇനി മുതൽ ഈ ഗ്രാമം ഭരിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയുമില്ല. അവളാണെങ്കിൽ ഇപ്പൊ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അതിനുശേഷം അവന്റെ മുഖത്തുള്ള ആ മാസ്ക് അത് റിമൂവ് ചെയ്യും. ഓൾറെഡി അവനെ കണ്ടിട്ടുണ്ട്. അവനെ കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് അവൾ ഒരു സെക്കൻഡ് നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ മേത്സുക അവനിപ്പോ ദൂരേക്ക് നടന്നുപോയി ഒരു പൂ പറിച്ച് അവന്റെ കയ്യിൽ കൊടുക്കും. പൂ കാണുമ്പോ ഇപ്പൊ അവനും ഒത്തിരി സന്തോഷാവും. മേത്സുക പറയും, മനുഷ്യന്മാരിങ്ങനെയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ച കവറൊക്കെ കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്നു പറഞ്ഞ് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരെ കുറിച്ച് പറയാൻ തുടങ്ങും. അതിനുശേഷം അവന്റെ പപ്പ ഒറോച്ചിമാറു അവനെ കുറിച്ച് പറയും. ഒറോച്ചിമാറുവാണ് നിങ്ങളെപ്പോലെ തന്നെ എന്നെയും ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ബൊറൂട്ടോയെ കുറിച്ച്, ചോച്ചോയെ കുറിച്ച്, അങ്ങനെ ഒത്തിരി പേരെ കുറിച്ച് അവൻ സംസാരിക്കും. അടുത്ത സെക്കൻഡ് ആ വില്ലൻ അവനാണെങ്കിൽ ഒരു ക്ലേ ഉപയോഗിച്ച് മേത്സുകയുടെ കഴുത്ത് അത് ലോക്ക് ചെയ്യാണ്. നീ ആ വില്ലേജിലെ ഷിനോബികളെ അവരെ രക്ഷിക്കുകയായിരുന്നു ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല ആ പാമ്പിനെ അതിനെ നീ അവിടെ ഉപേക്ഷിച്ചതും ഞങ്ങൾ കണ്ടുവെന്ന് അവൻ പറയും. അത് കേട്ട് മേത്സുക അവൻ ഒരു സെക്കൻഡ് ഫ്രീസായി പോവാണ്. മേത്സുക പറയും, ഞാൻ ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. ആക്ച്വലി ആ സ്നേക്കിനെ അവിടെ ഉപേക്ഷിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ബൊറൂട്ടോയ്ക്ക് ഒരു മെസ്സേജ് അയച്ചതാണ്. എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഗ്രാമം വിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നതെന്ന് അവനെ അറിയിക്കാൻ. അല്ലെങ്കിൽ അവൻ എന്നെ തേടി നമ്മുടെ പിന്നാലെ വരും. അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി തീരും. ഉടനെ സെക്കയുടെ കണ്ടീഷൻ അത് വീണ്ടും വീണ്ടും ഇപ്പൊ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ ഒരു വില്ലൻ അവനാണെങ്കിൽ സെക്കയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായി ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരാണ്. അവർ ഓടി ഓടി വരുമ്പോഴേക്കും മേത്സുക സെക്കയെയും തൂക്കിയെടുത്ത് അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. അടുത്ത നിമിഷം അവരെല്ലാവരും ചേർന്ന് സെക്കയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ സെക്കയ അവൻ കണ്ണു തുറക്കും. സെക്കയ പറയും, മേത്സുക അവനെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, അവൻ നമ്മളെ ചതിക്കില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അവനുമായി നമ്മുടെ മാസ്റ്ററിന്റെ അടുത്തേക്ക് പോകണം. മേത്സുക വീണ്ടും ഇപ്പൊ അവനെ ഉയർത്തിയെടുക്കും. അതിനുശേഷം അവരുടെ യാത്ര അത് ആരംഭിക്കുകയാണ്. കട്ട് ചെയ്ത അവരുടെ മാസ്റ്റർ ലോർഡ് കു ആളാണെങ്കിൽ ഒരുപാട് മോൺസ്റ്റർ ആനിമലിനെ ഒക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. കട്ട് ചെയ്ത നമ്മുടെ ബൊറൂട്ടോ അവനിപ്പോഴും ആ ഒരു അറ്റാക്കില് ബോധം കെട്ട് കിടക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.